കവലയിൽ ബുള്ളറ്റ് സൈഡൊതുക്കി മാഷിറങ്ങി. ദയനീയമായി ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി. ഹാൻഡിലിരിക്കുന്ന അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. എന്താ മാഷേ? ആരാണ്? എന്താണ്? ഒന്നും എനിക്കറിയില്ല. എന്നാലും വിശ്വസിക്കുക. ആദർശ് ചിരിയോടെ ഇടത് കൈയിൽ അമർന്നിരിക്കുന്ന മാഷിൻ്റെ കയ്യെ വലത് കൈവച്ച് അമർത്തി കൂട്ടിപ്പിടിച്ചു. പൂർണ്ണമായി വിശ്വസിക്കാം. ആദ്യ കാഴ്ചയിൽ ഇഷ്ടം തോന്നിയ പെണ്ണാണവൾ. ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇനിയുള്ള ജീവിതത്തിൽ അവളുടെ സങ്കടവും സന്തോഷവും എൻ്റേത് കൂടിയാവും. പക്ഷെ ഇനി നാച്ചു കരയില്ല. ആ ഉറപ്പ് ഞാൻ തരാം. അവൻ്റെ ചിരിച്ച മുഖം. മാഷ് സന്തോഷത്തോടെ തലകുലുക്കി. മോനെ, അച്ഛനും അമ്മയും അവർ സമ്മതിക്കുവോ? വേവലാതിയോടെ ചോദിച്ചു. അമ്മയെക്കുറിച്ച് നാച്ചുവിനറിയാം. അവൾ പറയും. പിന്നെ പപ്പയ്ക്കറിയാം. ഞാൻ ഒറ്റ മോന. എൻ്റെ ഇഷ്ടമാണ് പപ്പയ്ക്കും. ശരി മോനെ, എന്നാൽ 16 ചടങ്ങിന് കാണാം. കാണാം. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. മാഷേ, നാച്ചു ശ്രദ്ധിക്കണം, ഫുഡ് കഴിപ്പിക്കണം. അയാൾ ആദർശിൻ്റെ തോളിൽ ഒന്ന് തട്ടി. വാര്യര് സന്തോഷിക്കുന്നുണ്ടാവും ഇതുപോലെ ഒരു മോനെ കിട്ടിയതിൽ. പക്ഷേ ഒന്ന് കാണാൻ, ചേർത്ത് പിടിക്കാൻ അയാൾക്ക് യോഗം ഉണ്ടായില്ല. മാഷിൻ്റെ ഹൃദയം ഒന്ന് വിങ്ങി. ഇല്ല മാഷേ, അപ്പ എന്നെ കണ്ടിട്ടുണ്ട്. മരിക്കുന്നതിന് തലേ ദിവസം എൻ്റെ നെറുകയിൽ തൊട്ട് അനുഗ്രഹിച്ചിരുന്നു. മാഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വേദനയോടെ ചിരിച്ചു. ഒരുമിച്ച് കളിച്ച് വളർന്നവരാ ഞങ്ങൾ. അവനെന്ന നഷ്ടം എന്നും നികത്താനാവാത്ത വിടവ് തന്നെയാണ്. മരിക്കുവോളം മറക്കാനും കഴിയില്ല. വിതുമ്പലോടെ ആ മനുഷ്യൻ തിരിഞ്ഞു നടന്നു. അവൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം നേർത്ത് വരുമ്പോൾ മാഷ് ഒന്ന് നിന്നു. തിരിഞ്ഞു നോക്കി. കൃഷ്ണ, നീ കാത്തു വെച്ച സമ്മാനം ഇതായിരുന്നോ? പക്ഷേ വൈകിപ്പോയല്ലോ. ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ മെർലിൻ്റെ കണ്ണുകൾ ആർക്കു വേണ്ടിയോ ഒന്ന് പരതി. നീ ഇത് ആരെയാ നോക്കുന്നേ? ചുണ്ടിലെ ചിരി കടിച്ചമർത്തി സൈറ ചോദിച്ചു. ഏയ്, ആരെയുമില്ല. ആ ചേട്ടൻ വന്നോ എന്ന് നോക്കിയതാ. ഏത് ചേട്ടൻ? അത് നക്ഷത്രയെ കാണാൻ പോയ ചേട്ടൻ. അവളുടെ വിവരം എന്താണെന്നറിയാമായിരുന്നു. കള്ളം പറയില്ലേ എൻ്റെ കൊച്ചേ. നീ നോക്കിയത് നിതിനെയല്ലേ? എന്താണ്, ഒരു ലവ് മണക്കുന്നുണ്ടല്ലോ? സൈറ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ ചമ്മലോടെ അവൾ തല താഴ്ത്തി പിടിച്ചു. പറയ്, എന്ന് മുതലാ തുടങ്ങിയത്? അത് അന്ന് നക്ഷത്രയുടെ വീട്ടിൽ വെച്ച് നല്ല മനസ്സുള്ളത് കൊണ്ടല്ലേ അവൾക്ക് വേണ്ടി അയാളോട് ദേഷ്യപ്പെട്ടതും നക്ഷത്രയെ കാണണം എന്ന് പറഞ്ഞതും. പക്ഷേ പാവം, അയാൾ അടിച്ചപ്പോൾ എൻ്റെ മുഖത്താ ആദ്യം നോക്കിയത്. എനിക്ക് സഹിക്കാൻ പറ്റിയില്ലടി. നടക്കട്ടെ. സൈറയുടെ കണ്ണുകൾ വരുണിനും പ്രവീണിനും ഒപ്പം ചിരിയോടെ സംസാരിച്ച് വരുന്നവനിലുടക്കി. ദേ വരുന്നുണ്ട്. മെർലിൻ ചിരിച്ചു. എന്താടി, പറയുന്നില്ലേ? ഇപ്പം വേണ്ട, ഒന്ന് വട്ടം കറക്കാം. നല്ല രസമായിരിക്കും. രസമൊക്കെയാ. പക്ഷേ ഒന്നാമത് അതിന് ചെറിയ വട്ടുണ്ട്. കറക്കി കറക്കി മുഴുവട്ടാക്കരുത്. മെർലിൻ ഉറക്കെ ചിരിച്ചു. സ്കൂട്ടിക്ക് അരികിലേക്ക് നടന്നു. എടാ നിതിനെ, നിന്റെ ആള് ആ സ്കൂട്ടിയുടെ കിക്കർ ചവിട്ടി ചവിട്ടി ഇളക്കിയെടുക്കുന്ന മട്ടുണ്ട്. പ്രവീൺ തമാശ പോലെ പറഞ്ഞു. എന്താ, എന്തു പറ്റി? സ്റ്റാർട്ടാകുന്നില്ലേ? പിന്നിൽ നിന്നും നിതിൻ്റെ സ്വരം. ഇല്ല ചേട്ടാ, എന്തു പറ്റിയോ ആവോ? സൈറ പറഞ്ഞു. ഒന്ന് മാറ്, ഞാൻ നോക്കാം. മെർലിൻ സൈറയ്ക്ക് അരികിലേക്ക് നീങ്ങി നിന്നു. ഓ, ഇത് ബാറ്ററി പോയതാ? ആണോ? എന്നാൽ ഞാൻ പോവുക മെർലിൻ. നീ പപ്പയ്ക്കൊപ്പം വാ. ഇനിയും വൈകിയാൽ എനിക്ക് പണി കിട്ടും. വെപ്രാളത്തിൽ സൈറ പുറത്തേക്ക് നടന്നു. മെർലിൻ നിതിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ ചേട്ടൻ വിളിച്ചോ? നക്ഷത്രയുടെ വിവരം എന്തേലും പറഞ്ഞോ? പെട്ടെന്ന് ചോദിച്ചു. അവൻ ഗേറ്റിന് പുറത്തുണ്ട്. ഉറക്കെ പറഞ്ഞ് നിതിൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ബായ് മെർലിൻ. ബൈക്ക് അരികിലായി ചേർത്ത് നിർത്തി. വരുണും പ്രവീണും പറയുമ്പോൾ അവൾ ചിരിയോടെ തലകുലുക്കി. ദുഷ്ടൻ വരുന്നുണ്ടോന്ന് ഒരു വാക്ക്. ഹേ കഴുത, ഇവനെന്താ മന്ദബുദ്ധിയാണോ? നിതിൻ്റെ ബൈക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവൾ പിറുപിറുത്തു. ഹേയ്, വരുന്നുണ്ടോ? പെട്ടെന്ന് അവൻ്റെ ചോദ്യമെത്തി. സന്തോഷത്തോടെ മുഖം വിടർന്നു. പ്രണയത്താൽ മിടിക്കുന്ന ഹൃദയം, ഒന്ന് തുള്ളിച്ചാടാൻ കൊതിക്കുന്ന ഉള്ളം. വേണ്ട, കടുപ്പത്തിൽ പറഞ്ഞു. കൂടുതൽ ജാട കാട്ടാതെ വന്ന് കയറടി. നിതിൻ കടുപ്പത്തിൽ പറയുമ്പോൾ പെണ്ണിൻ്റെ കണ്ണുകൾ ഒന്ന് കൂർത്തു. അവൻ ചിരി കടിച്ചമർത്തി. എൻ്റെ കൊച്ചേ, ഒന്ന് വന്ന് കയറ്. അവളുടെ കണ്ണിലേക്ക് നോക്കി പറയുന്ന നിമിഷം അവന് അരികിലേക്ക് നടന്നു. ഹോ, മുഖമൊക്കെ ചുവന്നല്ലോ.
എൻ്റെ ആൺകുട്ടിക്ക് ഈ നാണം അത് ചേരില്ല കേട്ടോ. ആ പൊട്ടിത്തെറി അതാ നല്ലത്. ആരുടെ ആൺകുട്ടി? മെർലിൻ ഗൗരവത്തിൽ ചോദിച്ചു. എൻ്റെ ആൺകുട്ടി. ഞാൻ അറിയരുത് എന്ന് കരുതി ഉള്ളിലെ പ്രണയം നീ എത്ര തന്നെ മറച്ചു പിടിച്ചാലും ഈ കണ്ണ് അതിന് ഒന്നും മറയ്ക്കാൻ കഴിയില്ല. അവൾ നിതിൻ്റെ വിടർന്ന ചിരിയിലേക്ക് തന്നെ നോക്കി നിന്നു. കയറ് കൊച്ചേ, പുറത്ത് ആദർശ് വെയിറ്റിംഗ് ആണ്. എന്തായി എന്നറിയണ്ടേ? ആ അറിയണം. പെട്ടെന്ന് അവൻ്റെ പിന്നിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് യാത്ര ഐ ലവ് യു ഇതിൽ നിന്ന് തുടങ്ങാം. വെട്ടി തുറന്ന് പറയുന്നവനെ മിഴിഞ്ഞ കണ്ണോടെ നോക്കി. എന്താടി പൊട്ടിത്തെറി, ഇഷ്ടമായില്ലേ? ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിതിൻ ചോദിച്ചു. മെർലിൻ്റെ വലങ്കൈ അവൻ്റെ ഷോൾഡറിലായിരുന്നു. അവൻ ചിരിയോടെ സൈഡ് മിറർ വഴി അവളുടെ മുഖത്തേക്ക് നോക്കി. ഗേറ്റ് കടന്ന് പുറത്തേക്ക് വരുന്ന നിതിൻ്റെ പിന്നിലേക്ക് നോക്കി ആദർശ് തലകുലുക്കി. നിതിൻ ബൈക്ക് അവൻ അരികിൽ ചേർത്ത് നിർത്തി. മെർലിൻ ഇറങ്ങി. എന്തായി ചേട്ടാ, നക്ഷത്രയെ കണ്ടോ? വെപ്രാളത്തോടെ അവൾ ചോദിക്കുമ്പോൾ നിതിനും പ്രവീണും വരുണും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. കണ്ടു. ചിരിയോടെ നിതിൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. നിന്നെ തൊട്ടവൻ ഇനി എഴുന്നേറ്റ് നടക്കാൻ കുറഞ്ഞത് 3 മാസമെങ്കിലും എടുക്കും. ആണോടാ? സന്തോഷത്തിൽ ചോദിച്ചു. 16 ചടങ്ങിന് ഞാനും പപ്പയും പോകും. അന്ന് നക്ഷത്രയെ ഞാൻ എൻ്റെ ഒപ്പം കൂട്ടും. അതെന്താടാ അങ്ങനെ? പ്രവീൺ സംശയത്തിൽ ചോദിച്ചു. എൻ്റെ നാച്ചു അത് ഒരുപാട് അനുഭവിച്ചതാടാ. എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അരിശത്തോടെ 3 കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. ഛേ, വൃത്തികെട്ടവൻ. ചടങ്ങിന് പോകുമ്പോൾ ഞങ്ങളും ഉണ്ട് നിങ്ങൾക്കൊപ്പം. ഓക്കെ. ആദർശ് ബുള്ളറ്റിലേക്ക് കയറി നിതിൻ്റെ മുഖത്തേക്ക് നോക്കി. നടക്കട്ടെ, നേരത്തിനും കാലത്തിനും ആ കൊച്ചിനെ വീട്ടിലെത്തിക്കണം കേട്ടോ, കടുപ്പത്തിൽ പറഞ്ഞു. മെർലിൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സൈഡ് മിററിൽ കൂടി നിതിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എന്താടി? നോക്കിയിട്ടും കൊതി തീരുന്നില്ലേ? അവൾ ചിരിയോടെ മുഖം താഴ്ത്തി. ദേ ഇവിടെ നിർത്ത്, ഇതാ എൻ്റെ വീട്. ഒരു വലിയ ഗേറ്റിന് മുന്നിലെത്തുമ്പോൾ മെർലിൻ പറഞ്ഞു. എൻ്റെ ഈശ്വര! അവൻ പെട്ടെന്ന് ബ്രേക്കിൽ കാലുകൾ അമർത്തി. അവൾ ചിരിയോടെ ഇറങ്ങി. എന്തേ, പേടിച്ചു പോയോ? കുറുമ്പ് നിറഞ്ഞ ഭാവം. പിന്നെ പേടിക്കാതെ. ആ പ്രിൻസി ഇതറിഞ്ഞാൽ എന്നെ കോളേജിൽ നിന്ന് ദൂരെ കളയും. പപ്പ ഒന്നും ചെയ്യില്ല. നിലത്ത് തള്ള വിരൽ കൊണ്ട് കളം വരയ്ക്കുന്നവളെ കാണുമ്പോൾ അവൻ്റെ മുഖം ചുളിഞ്ഞു. അതെന്താ? സംശയത്തിൽ ചോദിച്ചു. ഞാൻ പപ്പയോട് പറഞ്ഞു. അയ്യോ, നീ എന്നോട് പകരം വീട്ടുവാണോ കൊച്ചേ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചു. പപ്പയ്ക്ക് സമ്മത. അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. എൻ്റെ ഈ സ്വഭാവം അത്ര പെട്ടെന്ന് ആർക്കും ഇഷ്ടമാവില്ല. അവർ 1 പറഞ്ഞാൽ ഞാൻ 9 പറയും. വല്യമ്മച്ചിക്കും വല്യപ്പച്ചനും എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ. തർക്കുത്തരം പറയുന്ന മരം കയറി പെണ്ണ്. നിതിൻ ചിരിച്ചു. പക്ഷേ എനിക്ക് ഈ മരം കയറിയ ഇഷ്ടമായി. അതാണ്. പപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ ആരേലും ഇഷ്ടപ്പെടണേ എന്ന ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. അതുകൊണ്ട് നേർച്ച കടം തീർക്കാൻ ഉടനെ തന്നെ അവർ രണ്ടാളും വേളാങ്കണ്ണിക്ക് പോവാ. സന്തോഷത്തോടെ അവൾ ഗേറ്റ് തുറന്നു. നിതിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. എൻ്റെ ദൈവമേ, അപ്പോ ഞാൻ പെട്ടു. ഇല്ല, എല്ലാ ദൈവങ്ങളെയും കൂട്ടുവിളിച്ച് പെടുത്തിച്ചു. അവൻ്റെ ബൈക്ക് സ്റ്റാർട്ടായി. ബൈ മെർലിൻ. ഷടാ, ഇതെന്ത് ചെക്കനാ? എല്ലാവരും പോകും എന്ന് പറഞ്ഞപ്പോൾ എന്നാ പോകുന്നേ? അന്ന് നീ തനിച്ചല്ലേ? കൂട്ടിന് ഞാനും വരട്ടെ? ആ ഒരു ചോദ്യം പ്രതീക്ഷിച്ചു. മന്ദബുദ്ധി. ഇരുന്നിരുന്ന് കിട്ടിയ സാധനം കൊള്ളാം. പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. മാഷേ. സന്തോഷത്തോടെ സെറ്റിൽ ചാരി കിടക്കുന്ന മാഷിന് അരികിലായി വനജയിരുന്നു. എല്ലാം സന്തോഷമുള്ള കാര്യം തന്നെയാ. എന്നാലും നമ്മുടെ കുട്ടിയെ അവർ കൊണ്ടുപോകുമ്പോൾ ഒന്ന് അന്വേഷിക്കണ്ടേ? ഒരമ്മയുടെ കരുതൽ. അയാൾ ചിരിച്ചു. ഒന്നിൻ്റെയും ആവശ്യമില്ല വനജെ. നീ കാണേണ്ടതായിരുന്നു അവിടെ നടന്ന ഓരോ സംഭവങ്ങളും. നാച്ചുമോള് അവൻ്റെ പ്രാണന. അത് കണ്ടറിഞ്ഞാൽ മാത്രമേ മനസ്സിലാകൂ. എന്നാലും മാഷേ, മോൾക്ക് എന്തേലും കൊടുക്കണ്ടേ? ഒരു മൊട്ട് കമ്മലും നൂല് പോലത്തെ മാലയും മാത്രമേ അതിനുള്ളൂ. അയാൾ ചിരിയോടെ സെറ്റിൽ നിവർന്നിരുന്നു. കല്യാണം ഉടനെ കാണുമോ എന്നറിയില്ല. അച്ഛൻ മരിച്ചതല്ലേ. എന്നാലും ആ പയ്യൻ്റെ പപ്പ വരട്ടെ. അദ്ദേഹം എങ്ങനെയുള്ള ആളാ, എന്താ തീരുമാനം എന്നൊക്കെ അറിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാം. മാഷ് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. ഇന്നെനിക്ക് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങണം.
അയാൾ സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞു. എടി, നിനക്ക് സന്തോഷമായല്ലോ. എൻ്റെ ജഗേട്ടന് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല, ആഹാരം വാരി കഴിക്കാൻ പറ്റുന്നില്ല, പല്ല് 2 ആടുക. രാത്രി അത്താഴം കഴിക്കാൻ ഊണുമേശയിലിരിക്കുന്ന നക്ഷത്രയെ നോക്കി ദേഷ്യത്തോടെ നേത്ര പറഞ്ഞു. ഇവർക്ക് ഇന്ന് എൻ്റെ വായിൽ നിന്ന് കേൾക്കും. വേണി എഴുന്നേൽക്കാൻ പോയതും നക്ഷത്ര അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ഞാൻ പറയാം. ഇനി എനിക്ക് പേടിയില്ല. ആദ്യേട്ടൻ എൻ്റെ ഒപ്പമുണ്ട്. ആ മനുഷ്യൻ തന്ന ധൈര്യം, അതൊന്നുകൊണ്ടാ ഈ ദിവസങ്ങൾ അത്രയും ഞാൻ പിടിച്ചു നിന്നത്. പതിയെ പറഞ്ഞ് അവൾ കസേരയിൽ നിന്നും എഴുന്നേറ്റു. നേത്രയ്ക്ക് അരികിലേക്ക് നടന്നു. അയാളുടെ ഒരു കാലും കൈയും അല്ലേ പോയുള്ളൂ. ഒന്ന് എഴുന്നേറ്റ് നടന്നോട്ടെ. എൻ്റെ അപ്പയെ വേദനിപ്പിച്ചതിന് ജഗൻ അനുഭവിക്കും. അതെനിക്ക് കൺകുളിർക്കെ കാണണം. എൻ്റെ അപ്പയുടെ കണ്ണിൽ നിന്നും പൊടിഞ്ഞ കണ്ണുനീരിന്, ഹൃദയത്തിൽ നിന്നും ഇറ്റ് വീണ ചോരയ്ക്കും ദൈവത്തിൻ്റെ കോടതിയിൽ നീതി കിട്ടില്ല, അനുഭവിക്കും. കടുപ്പത്തിൽ പറഞ്ഞ് അവൾ റൂമിലേക്ക് നടന്നു. ഹോ, ആ തല തെറിച്ച ചെക്കനെ കണ്ട് തുള്ളുന്നതാ. കൂടുതൽ തുള്ളണ്ട, അവൻ്റെ ഉദ്ദേശം വേറെയാ. നേത്രയുടെ കുശുമ്പോടെയുള്ള സ്വരം. നക്ഷത്ര തിരിഞ്ഞ് അവൾക്ക് അരികിലേക്ക് വന്നു. തോന്നലായെല്ലാം. എൻ്റെ ആദ്യേട്ടനോടൊപ്പം ഒരു ദിവസം അവരുടെ വീട്ടിൽ ഞാൻ നിന്നിട്ടുണ്ട്. ഞാനും ആദ്യേട്ടനും മാത്രം. പക്ഷേ എന്നെ മോശമായി നോക്കിയിട്ടില്ല, തൊട്ടിട്ടില്ല. അവനാ ആണ്. ഇവൻ ഏത് ജന്മം എന്നെനിക്കറിയില്ല. ജഗൻ കിടക്കുന്ന റൂമിന് നേർക്ക് വിരൽ ചൂണ്ടി നക്ഷത്ര പറയുമ്പോൾ നേത്ര അന്താളിപ്പോടെ നിന്നു. കിട്ടിയല്ലോ, സന്തോഷമായില്ലേ? നക്ഷത്ര റൂമിലേക്ക് കയറിയതും വേണി രഹസ്യം പോലെ ചോദിച്ചു. ദേ, എൻ്റെ വീട്ടിൽ നിന്നിട്ട് കൂടുതൽ വിളയല്ലേ പെണ്ണെ. നേത്ര നിന്ന് തുള്ളി. ഒന്ന് പോടി. കെട്ടിയോന് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല, പല്ല് ഇളകിയിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യ്, കുറച്ച് കഞ്ഞിയെടുത്ത് ജ്യൂസാക്കി കൊടുക്ക്. മുണുങ്ങി ഇറക്കട്ടെ. സ്മൂത്തായി എല്ലാം നടക്കും. കട്ടിക്ക് കൊടുത്താൽ പാടാ. പുച്ഛച്ചിരിയോടെ അവൾ പറയുമ്പോൾ നേത്ര പല്ല് കടിച്ചു പിടിച്ചു. നന്ദിയില്ലാത്ത ജന്മം. അച്ഛൻ മരിച്ചു കിടന്നപ്പോൾ പോലും ഒരു തുള്ളി കണ്ണുനീർ വരാത്ത നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ നിർത്താതെ ഒഴുകും. നോക്കിക്കോ. ദേഷ്യത്തോടെ വേണിയുടെ വിരൽ അവളുടെ നേർക്ക് നീണ്ടു. വെട്ടിത്തിരിഞ്ഞ് അവൾ അകത്തേക്ക് നടന്നു. നമുക്ക് കിടക്കാം നക്ഷത്ര. ജനൽ കമ്പിയിൽ മുറുകെ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും വേണിയുടെ സ്വരം. എനിക്ക് ഉറക്കം വരുന്നില്ല, നീ കിടന്നോ. നോട്ടം മാറ്റാതെ പറഞ്ഞു. നക്ഷത്ര, ഇങ്ങനെ അവിടെ തന്നെ നോക്കി നിന്നാൽ പോയ അച്ഛൻ തിരികെ വരൂ? ഒരിക്കലുമില്ല. അവളുടെ തോളിൽ വേണി കൈകൾ വെച്ചു. വിങ്ങലോടെ തല ചരിച്ചു നോക്കി. അറിയാം വരില്ലാന്ന്. പക്ഷേ 16 ചടങ്ങിന് ആദ്യേട്ടൻ എന്നെ കൊണ്ടുപോയാൽ എൻ്റെ അപ്പ തനിച്ചല്ലേയുള്ളൂ. നെഞ്ചം പൊടിയുന്ന വേദനയോടെ നക്ഷത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നക്ഷത്ര, നീ പോയാൽ അപ്പ നിൻ്റെ ഒപ്പം വരും. നീ എവിടെയോ അവിടെയാണ് അച്ഛൻ്റെ സ്വർഗം. പെട്ടെന്ന് വേണിയുടെ ഫോൺ റിങ് ചെയ്തു. അവൾ ചിരിച്ചു. എന്താടി ചിരിക്കുന്നേ? സംശയത്തിൽ നക്ഷത്രയുടെ മുഖം ചുളിഞ്ഞു. ഈ സമയത്ത് എന്നെ ആരും വിളിക്കാറില്ല. ഇത് നിന്റെ ആദ്യേട്ടനാവും. നോക്കട്ടെ. വേണി ടേബിളിലിരിക്കുന്ന ഫോണിനരികിലേക്ക് നടന്നു. ആദ്യേട്ടൻ. വേദനയ്ക്കിടയിലും അവളുടെ കണ്ണിൽ ഒരു തിളക്കം. ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കൊണ്ട് വേണി തല കുലുക്കി ചിരിച്ചു. ഹലോ വേണി, നാച്ചു എന്തെടുക്കുക? കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ അവൻ്റെ ചോദ്യമെത്തി. ഇവിടെ അടുത്തുണ്ട്, കൊടുക്കാം. വേണി ഫോൺ അവൾക്ക് നേരെ നീട്ടി. സംസാരിച്ചോ, ഞാൻ കിടക്കാൻ പോവാ. അവൾ ബെഡ്ഷീറ്റ് തല വഴിയെ മൂടിക്കിടന്നു. നാച്ചൂട്ടാ. പ്രണയഭാവം ഏതുമില്ലാത്ത സ്വരം. എന്തേടാ, ഫുഡ് കഴിച്ചോ? അവിടെ വാത്സല്യം. അവൾ ചിരിയോടെ പുറത്തേക്ക് നോക്കി. അപ്പ ബാക്കി വെച്ച് പോയത്. ഹൃദയം ഉറക്കെ പുലമ്പി. നാച്ചൂട്ടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അതോ കഴിച്ചില്ലേ? ഇല്ല, കഴിച്ചു. ഉറക്കം വരുന്നില്ലേ പെണ്ണെ? ഇല്ല. പതിഞ്ഞ അവളുടെ സ്വരം. അവൻ്റെ നെഞ്ചമൊന്ന് പിടച്ചു. എൻ്റെ മോള്, ചടങ്ങ് കഴിയുന്നത് വരെ ഒന്ന് ക്ഷമിക്ക്. അത് കഴിഞ്ഞ് ഈ നെഞ്ചിൻ ചൂടിൽ ഉറക്കാം. അത് വേണ്ട. പെട്ടെന്ന് അവൾ പറയുമ്പോൾ ആദർശി ചിരിച്ചു. ഒരു ദുരുദ്ദേശവും ഇല്ല. ഇടയ്ക്ക് അപ്പയായി മാറാൻ എനിക്കിഷ്ടം. ഈ നാച്ചുവിൻ്റേത് മാത്രമാകാൻ. നക്ഷത്രയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. എന്നാ എൻ്റെ കുട്ടി ആ ജനാല അടച്ചേ. അവൻ പറയുമ്പോൾ അനുസരണയോടെ അടച്ചു. പോയി കിടക്ക്. ദർശൻ അരികിൽ തന്നെയുണ്ട്. അവൻ്റെ ഭാവമാറ്റം. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. ആദ്യേട്ടാ. പറഞ്ഞോ.
അത് ആദ്യേട്ടൻ്റെ പപ്പ അറിഞ്ഞോ? എന്തു പറഞ്ഞു? അവളിൽ വെപ്രാളം. എന്തു പറയാൻ? പപ്പ നാച്ചുവിനെ കാണാൻ എൻ്റെ ഒപ്പം വീട്ടിലേക്ക് വരും. അന്ന് ആനന്ദ് മേനൻ ആരാണെന്ന് കണ്ടു തന്നെ അറിയാലോ. എന്നെ കൊണ്ട് പോകണ്ടെന്ന് പറയൂ. പേടിയോടെയുള്ള അവളുടെ സ്വരം. അവൻ ചിരിച്ചു. ആരെതിർത്താലും നാച്ചുവിനെ ഞാൻ ഒപ്പം കൂട്ടും. അത് ആ വലിയ മനുഷ്യൻ്റെ ഒരു പിടി ചാരം കയ്യിലേക്കെടുത്ത് ഞാൻ കൊടുത്ത വാക്കാ. ആ വാക്ക് മരണം വരെയും പാലിക്കും. അവൻ്റെ ഉറച്ച സ്വരം ഹൃദയധമനികളിൽ ഇടിച്ചു കയറുമ്പോൾ ശരീരമാകെ ഒരു കുളിര് പടർന്നു. സന്തോഷായില്ലേ? ഇനി എൻ്റെ മോൾ ഉറങ്ങിക്കോ, കോള് കട്ട് ചെയ്യണ്ട. അവൻ പറയുമ്പോൾ ഫോണും നെഞ്ചിലേക്ക് അമർത്തി പിടിച്ച് കട്ടിലിൽ ചരിഞ്ഞു കിടന്നു. ഹൃദയത്തിൽ രണ്ട് മുഖങ്ങൾ, രണ്ടിലും വാത്സല്യം. കണ്ണുകൾ പതിയെ പതിയെ അടഞ്ഞു. നാച്ചൂട്ടാ, അവൻ്റെ വിളി ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു.